ഒരു റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ റിസർച്ചർ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അസേർഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. റിസർച്ചിൽ നമ്മൾ ഏത് ഹൈപ്പോത്തസിസ് ആണോ ചൂസ് ചെയ്യുന്നത് അതിനാണ് നമ്മളൊരു റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. ഡയറക്ഷണൽ ആൻഡ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. A directional hypothesis is when someone makes a specific prediction, our word are important, about an effect or relationship between two variables. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് തരത്തിലാണെന്ന് സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ളൊരു പ്രഡിക്ഷൻ ആണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. അതായത് ഇത് ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യും എന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം. For example, caffeine is linked to an increase in activity. So, caffeine എന്ന് പറയുന്നതും ഒരാളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇതിൽ caffeine ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും എന്ന്, ഇൻക്രീസ് എന്നൊരു വേർഡാണ്. ആ വേർഡ് ഇവിടെ വന്നതുകൊണ്ട് തന്നെ അത് ഒരു ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ആണ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ്. ഇവിടുത്തെ സ്പെസിഫിക് ഇഫക്റ്റ് എന്താണ്? ഇൻക്രീസ്, ഏതോ ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കും. ഇനി നേരെ തിരിച്ച് ഡിക്രീസ് എന്നൊരു വേർഡ് വന്നാലും മതി. സേ ഫോർ എക്സാമ്പിൾ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ അറ്റൻഷൻ സ്പാൻ ഡിക്രീസ് ചെയ്യും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിചാരിക്കുക. സോ അവിടെ സ്റ്റുഡൻറ്റിൻ്റെ സ്ക്രീൻ ടൈമും അറ്റൻഷൻ സ്പാനും രണ്ട് വേരിയബിൾസാണ്. ഈ സ്ക്രീൻ ടൈം അറ്റൻഷൻ സ്പാനിനെ ഡിക്രീസ് ചെയ്യും, അവിടെയും ഒരു സ്പെസിഫിക് ഔട്ട്കം ഉണ്ടാവും എന്നുള്ള രീതി പറഞ്ഞു. സോ ഡിക്രീസ് എന്നൊരു വേർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ അതും എന്താണ്? ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ആണ്. സോ ഇൻക്രീസ് ഡിക്രീസ് ഈ രണ്ട് വേർഡ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ആയിരിക്കും. A non-directional hypothesis does not specify the type of change or relationship that is expected to occur. നോൺ ഡയറക്ഷണൽ എന്ന് പറയുമ്പം അവിടെ ചേഞ്ച് ഉണ്ടാവും, പക്ഷേ ആ ചേഞ്ച് ഏത് തരത്തിലുള്ളതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ജസ്റ്റ് ചേഞ്ച് ചെയ്യും എന്ന് മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, കാഫീൻ കോസസ് എ ചേഞ്ച് ഇൻ ആക്ടിവിറ്റി ലെവൽ. നേരത്തെ എന്തായിരുന്നു? കാഫീൻ കോസസ് ആൻ ഇൻക്രീസ് ഇൻ ആക്ടിവിറ്റി ലെവൽ. ഇവിടെ ഇൻക്രീസ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ചേഞ്ച് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതെന്താണ്? ഇതൊരു നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ആണ്. To test the significance of a non-directional hypothesis, you have to take into account the possibility that the sample could be extreme at either tail of the comparison distribution. നമ്മൾ കമ്പയർ ചെയ്യുന്ന പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ടെയിലും ഉണ്ടാവും റൈറ്റ് ടെയിലും ഉണ്ടാവും. ആ രണ്ട് ടെയിലിലേക്കും പ്രോബബിലിറ്റി പോകും. ടു ടെയിൽഡിൻ്റെ കേസിൽ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവാണ്. സോ ഒരു ബെൽ ഷേപ്പ് കർവ് വരച്ചിട്ടുണ്ട്. അപ്പോൾ 5% സിഗ്നിഫിക്കൻസ് ലെവലാണ് ഒരു ടു ടെയിൽഡ് ടെസ്റ്റിലെന്ന് വിചാരിക്കുക. സോ നോൺ ഡയറക്ഷണൽ ആണ്, ടു ടെയിൽഡ് ആണ്. അങ്ങനത്തെ കേസിൽ 5% സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി രണ്ടിന് അതിന് എക്സാക്ട്ലി പകുതിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഒരു ഹാഫ് റൈറ്റ് ടെയിലും മറ്റേ ഹാഫ് ലെഫ്റ്റ് ടെയിലും ഇങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ 10% സിഗ്നിഫിക്കൻസ് ലെവലാണെന്ന് വിചാരിച്ചോ, അതാകുമ്പോൾ എന്ത് ചെയ്യും? 5% ഇവിടെ റൈറ്റിലും 5% ഇവിടെ ഉണ്ടാവും. ഇനി 1% സിഗ്നിഫിക്കൻസ് ലെവലാണെന്ന് വിചാരിച്ചു. ഒക്കെ ടു ടെയിൽഡിൻ്റെ കേസിലാണേ, വൺ ടെയിൽഡിൻ്റെ കേസിലല്ല പറയുന്നത്. ടു ടെയിൽഡിൻ്റെ കേസിൽ ഇപ്പോൾ 1% സിഗ്നിഫിക്കൻസ് ലെവലാണെങ്കിലോ 0.5 ഇവിടെയും 0.5 ഇവിടെയും ഇങ്ങനെയാണ് പ്രോബബിലിറ്റീസ് സ്പ്ലിറ്റ് ചെയ്യുക. It is also named as two-tailed test because it employs both sides, positive and negative of the distribution. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ 110ൻ്റെ കേസ് 110ൻ്റെ കേസിൽ ഇവിടെയായിരുന്നു 110 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട് ഈക്വൽ ടു അല്ലെങ്കിൽ ടു ടെയിൽഡ് പറയുമ്പം റൈറ്റിലേക്കും പോവാം ലെഫ്റ്റിലേക്കും പോവാം, രണ്ട് സൈഡിലേക്കും പോവാം. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇതിന് ഹൈപ്പോത്തസിനെ ടു ടെയിൽഡ് എന്ന് വിളിക്കുന്നത്. That is, area of normal curve falls to the right of ഈ 1.96 എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിട്ടിക്കൽ വാല്യൂ ആണ്. നമ്മൾ നോൺ ഡയറക്ഷണലിൻ്റെ കേസിലൊക്കെ റിജക്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ 1.96 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ ഉപയോഗിച്ചില്ല. അത് അവിടുത്തെ ക്രിട്ടിക്കൽ വാല്യൂ ആണ്. അതായത് ഈ 1.96 ഈ ഒരു നമ്മളിപ്പോൾ 5% ആകുമ്പോൾ 2.5% ഇവിടെയും 2.5% ഇവിടെയും രണ്ട് ടെയിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ സാമ്പിൾ വാല്യൂസ് അല്ലെങ്കിൽ അത് വരുന്നത് ഈ ഒരു റീജിയണിലാണെന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ ഈ സൈഡിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു റീജിയണിലേക്കോ, ഈ പെർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കോ ഈ ഒരു റീജിയണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത ഈ ഒരു റീജിയനിലാണ് നമ്മുടെ സാമ്പിൾ വാല്യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് റിജക്റ്റ് ചെയ്യാം.
വൺ ടെയിൽഡ് ആൻഡ് ടു ടെയിൽഡ് ടെസ്റ്റ്. വൺ ടെയിലും ടു ടെയിലും തന്നെയാണ് എന്തും ഡയറക്ഷണലും നോൺ ഡയറക്ഷണലും. വൺ ടെയിൽഡ് ആണ് ഡയറക്ഷണൽ, ടു ടെയിൽഡ് ആണ് നോൺ ഡയറക്ഷണൽ. ദി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഡിറ്റർമൈൻസ് വെദർ ദി ടെസ്റ്റ് ഈസ് വൺ ടെയിൽഡ് ഓർ ടു ടെയിൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും ഈക്വൽ ടു സൈനിലാണ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, നോട്ട് ഈക്വൽ ടു ഈ സൈൻസിൽ വരിക. ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ റൈറ്റ് ടെയിൽഡ് ആവും, ലെസ് ദാൻ ആകുമ്പോൾ അത് ലെഫ്റ്റ് ടെയിൽഡ് ആവും, നോട്ട് ഈക്വൽ ടു ആകുമ്പോൾ ടു ടെയിൽഡ് ആവും. സോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് നമ്മുടെ ടെസ്റ്റ് വൺ ടെയിൽഡ് ആണോ ടു ടെയിൽഡ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. For example, a researcher wants to show that practice enhances memory. To establish this, she gives a series of practice sessions to a set of students. So, practice എന്ന് പറയുന്നത് മെമ്മറി എൻഹാൻസ് ചെയ്യുന്ന റിസർച്ചർക്ക് കാണിക്കണം. അതിനുവേണ്ടി അയാൾ എന്ത് ചെയ്യും, ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു പെർട്ടിക്കുലർ സെഷൻ, ഒരു പ്രാക്ടീസ് സെഷൻ കൊടുക്കും. മെമ്മറി എൻഹാൻസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സെഷൻ അവർക്ക് കൊടുക്കും ബിഫോർ ദ സെഷൻ. സോ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പിള്ളേരുടെ ആവറേജ് മെമ്മറി സ്കോർ എത്രയാണെന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യും. അത് 6.5 കിട്ടി, അത് അവർ നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇവർക്ക് ആ സെഷൻ പ്രൊവൈഡ് ചെയ്തു. ഇനി സെഷൻ കഴിഞ്ഞിട്ട് ഈ റിസർച്ചർക്ക് ഈ മെമ്മറി എൻഹാൻസ് ചെയ്ത്, അതായത് കുട്ടികളുടെ മെമ്മറി കൂടിയോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. സോ എന്താണ് അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് വരിക? നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും ഈക്വൽ ടു സൈനിലാന്ന് പറഞ്ഞു. സോ H0 such that mu is equal to 6.5. ഇനി നമുക്ക് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ് ചൂസ് ചെയ്യേണ്ടത്. മ്യൂ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ ഈക്വൽ ടു ആണോ എന്ന് നമുക്ക് ചൂസ് ചെയ്യണം. സോ അപ്പോൾ നമ്മൾ ഈ എക്സാമിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് വീണ്ടും വായിച്ചു നോക്കുക. Suppose a researcher wants to show that practice enhances memory. എൻഹാൻസ് ചെയ്യുക, കൂട്ടുക, ഇൻക്രീസ് ചെയ്യുക എന്നൊരു വേർഡ് ഉണ്ട്. അതായത് ഈ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ പിള്ളേരുടെ ആവറേജ് മെമ്മറി 6.5. അപ്പോൾ സെഷൻ കഴിഞ്ഞാൽ ഇത് കൂടി എന്നാണ്, എൻഹാൻസ് ചെയ്യപ്പെട്ടു എന്നാണ് റിസർച്ചർക്ക് കാണിക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കണം, 6.5-നേക്കാട്ടിലും കൂടുതലാണ് പിള്ളേരുടെ മെമ്മറി പവർ എന്ന് കാണിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അപ്പം മ്യൂ ഗ്രേറ്റർ ദാൻ 6.5 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വായിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് അതിനകത്ത് ഏത് രീതിയിലുള്ള പ്രഡിക്ഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ നൾ ഹൈപ്പോത്തസിസ് ചൂസ് ചെയ്യുക. The null hypothesis will be rejected if she gets a significant average score greater than 6.5. സോ ഈ മെമ്മറി സെഷനൊക്കെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ ഇൻവെസ്റ്റിഗേറ്റർ വീണ്ടും ഇവരുടെ മെമ്മറി ടെസ്റ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് അത് 6.5-നേക്കാട്ടും കൂടുതലുള്ളൊരു വാല്യൂ, സേ 7 കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് ചെയ്യും, നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാം. നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്താണ്, മ്യൂ ഇസ് ഈക്വൽ ടു 6.5 ആണ്. സോ വീണ്ടും ഈ സെഷൻ കൊടുത്തതിന് ശേഷവും കുട്ടികളുടെ ആവറേജ് മെമ്മറി 6.5 തന്നെ കിട്ടിയാലേ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് കൂടിയതെന്ന് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മുടെ നൾ ഹൈപ്പോത്തസിസിൽ കൂടിയതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് എക്സ് ബാർ ഗ്രേറ്റർ ദാൻ 6.5. ക്രിട്ടിക്കൽ റീജിയൻ എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക വെച്ചാൽ, നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്താണെന്ന് നോക്കുക. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണെന്ന് നോക്കുക. ഇവിടെ മ്യൂ ഗ്രേറ്റർ ദാൻ 6.5 ആണ്. എന്നിട്ട് ഈ പാരാമീറ്ററിനെ നമ്മൾ അതിനെ സാമ്പിൾ ഓൾട്ടർനേറ്റീവ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. മ്യൂ എന്ന് പറഞ്ഞ പോപ്പുലേഷൻ മീൻ്റെ സാമ്പിൾ ഓൾട്ടർനേറ്റീവ് എന്താണ്, സാമ്പിൾ മീൻ. അപ്പോൾ എക്സ് ബാർ ഗ്രേറ്റർ ദാൻ 6.5 ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ. ക്രിട്ടിക്കൽ റീജിയനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. സോ 6.5-നേക്കാട്ടിലും കൂടിക്കഴിഞ്ഞു നമ്മുടെ കുട്ടികളുടെ ആവറേജ് മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ടെസ്റ്റ് ഈസ് റൈറ്റ് ടെയിൽഡ്. നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഗ്രേറ്റർ ദാൻ എന്നുള്ള ഫോമാറ്റ് തന്നതുകൊണ്ട് തന്നെ നമ്മുടെ ടെസ്റ്റ് എന്താണ്, റൈറ്റ് ടെയിൽ ടെസ്റ്റാണ്. Contrary to this, a critical region can fall on the left side of the given value. So critical region ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും വരാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ്, a new pill is introduced to reduce time to fall asleep for sleep deprivers. So sleep depriversൻ്റെ ടൈം ടു സ്ലീപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പില്ല്, അതായത് സ്ലീപ്പ് ഡിപ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. സോ അവർക്ക് പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലെറ്റ് H0 such that mu is equal to 20. അതായത് പില്ല് കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ 20 minutes ആണ് ഒരാൾക്ക് ഉറങ്ങാൻ എടുക്കുന്ന സമയമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പില്ല് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പില്ല് കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ 20 minutes ആണ് അയാൾക്ക് ഉറങ്ങാൻ ടൈം എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. എ ന്യൂ പിൽ ഇസ് ഇൻട്രൊഡ്യൂസ് ടു റെഡ്യൂസ് ടൈം ടു ഫോൾ അസ്ലീപ്പ്. അതായത് 20-നേക്കാട്ടിലും ടൈം കുറഞ്ഞ ടൈമിൽ അയാൾക്ക് ഉറങ്ങാൻ പറ്റണം.
സോ അതുകൊണ്ട് തന്നെ നമ്മുടെ H1 എന്താവും മ്യൂ ലെസ് ദാൻ 20 ആയി മാറും. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ചൂസ് ചെയ്യുന്നത്. ഹിയർ ക്രിട്ടിക്കൽ റീജിയൻ ഇസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് 20. സോ ലെസ് ദാൻ സൈൻ ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരു ലെഫ്റ്റ് ടെയിൽ ടെസ്റ്റാണ്. ആൻഡ് ഇവിടുത്തെ ക്രിട്ടിക്കൽ റീജിയൻ എങ്ങനെയാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ നോക്കുക മ്യൂ ലെസ് ദാൻ 20 ആണ്. അതിൽ ഈ മ്യൂനെ അതിൻ്റെ സാമ്പിൾ ഓൾട്ടർനേറ്റീവ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ. അതായത് എക്സ് ബാർ നമ്മൾ ഒരു സാമ്പിൾ എടുത്ത് അതിൻ്റെ എക്സ് ബാർ കണ്ടുപിടിച്ച് കഴിഞ്ഞ് അത് 20നേക്കാട്ടിലും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും. ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. സിമിലർലി കൺസിഡർ മ്യൂ ഇസ് ഈക്വൽ ടു 100 വേഴ്സസ് H1 സച്ച് ദാറ്റ് മ്യൂ നോട്ട് ഈക്വൽ ടു 100. ഇവിടെ നോട്ട് ഈക്വൽ ടു സൈൻ ആയതുകൊണ്ട് എന്താണ് ടു ടെയിൽഡ് ആണ്. ഹിയർ ക്രിട്ടിക്കൽ റീജിയൻ എങ്ങനെ വരാം? ഇവിടെ ക്രിട്ടിക്കൽ റീജിയൻ ഈ കേസിൽ നമ്മൾ എക്സ് ബാർ നോട്ട് ഈക്വൽ ടു 100 നല്ല എഴുതുക. പകരം എന്ത് ചെയ്യും? ഇതിനെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യും. എക്സ് ബാർ ലെസ് ദാൻ 100 ഓർ എക്സ് ബാർ ഗ്രേറ്റർ ദാൻ 100. 100 അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഒന്നെങ്കിൽ 100 കുറവോ 100 കൂടുതലോ. അത് നമ്മൾ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. സോ ഇതിൻ്റെയൊക്കെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. ഇതൊരു റൈറ്റ് ടെയിൽ ടെസ്റ്റാണ്. അപ്പോൾ റൈറ്റ് ടെയിൽ ടെസ്റ്റിൻ്റെ കേസിൽ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എത്രയായിക്കോട്ടെ 0.05 0.01 ആയിരിക്കും മിക്കവാറും എല്ലാ കേസിലും വരിക. അത് എത്രയായി കഴിഞ്ഞാലും അത് നമ്മുടെ ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിൽ റൈറ്റ് ടെയിലാണ് ആ പ്രോബബിലിറ്റി കംപ്ലീറ്റ് കൊടുക്കുക. ഇനി ലെഫ്റ്റ് ടെയിൽ ടെസ്റ്റാണെന്ന് വിചാരിച്ചോ, ആ പ്രോബബിലിറ്റി ആൽഫ എത്രയായിക്കോട്ടെ അത് കംപ്ലീറ്റ് ആ ലെഫ്റ്റ് ടെയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ടു ടെയിൽ ടെസ്റ്റ് വരുന്ന കേസിൽ ആൽഫ തന്നിട്ടുണ്ടെങ്കിൽ ആ ആൽഫേനെ നമ്മൾ കറക്റ്റ് പകുതിയാക്കി സ്പ്ലിറ്റ് ചെയ്യും. ഒരു ആൽഫ ബൈ 2 റൈറ്റ് ടെയിലും മറ്റേ ആൽഫ ബൈ 2 ലെഫ്റ്റ് ടെയിലുമായിട്ട് രണ്ടും പകുതി പകുതിയായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇവിടുത്തെ ക്രിട്ടിക്കൽ വാല്യൂസ് നോക്കണം. റൈറ്റ് ടെയിലിൻ്റെ കേസിലെ ക്രിട്ടിക്കൽ വാല്യൂ സെഡ് ആൽഫയാണ് ഇവിടെ പ്രോബബിലിറ്റി ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ സെഡ് ആൽഫ എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി ലെഫ്റ്റ് ടെയിലിൻ്റെ കേസിൽ അത് മൈനസ് സെഡ് ആൽഫ. എന്തുകൊണ്ടാണ്? ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് സൈഡിലേക്കല്ലേ വന്നത്, അപ്പോൾ അത് നമ്മൾ മൈനസ് സെഡ് ആൽഫ എന്ന് പറയും. ആൻഡ് ടു ടെയിലിൻ്റെ കേസിലോ ആൽഫ ബൈ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തില്ലേ, അപ്പോൾ അത് സെഡ് ആൽഫ ബൈ 2 സെഡ് ആൽഫ ബൈ 2.